ഹായ് ഫ്രണ്ട്സ്, വർഷ വാസുദേവിൻ്റെ സംവിധാനത്തിൽ ഇന്ദ്രൻസും മധുബാലയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിന്ന ചിന്നയാശി എന്ന മൂവിയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് ലീല എന്ന കഥാപാത്രത്തെ കാണിച്ചുകൊണ്ട് വാരണാസിയിലേക്ക് ഒരു തീർത്ഥാടന സംഘത്തിൻ്റെ കൂടെ എത്തിപ്പെട്ട ലീല എന്ന 52 വയസ്സുകാരിയുടെയും മാധവൻ മാഷിൻ്റെ കഥയാണ് ചിന്ന ചിന്നയാശി. മാധവൻ മാഷ് ഇടയ്ക്കിടെ വന്നു പോകാറുള്ള സ്ഥലമാണ് വാരണാസി. അതുകൊണ്ട് ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും മനുഷ്യരെയും മാധവൻ മാഷിനെ പരിചിതമാണ്. മാധവൻ മാഷ് മിക്കവാറും ചായ കുടിക്കാനെത്തുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെ നിന്നും ചായ കുടിക്കുമ്പോൾ ആ ചായക്കടക്കാരൻ പറയും, മാഷെ സൗത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീ കുറച്ചു നേരമായിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഉടനെ മാഷ് ആ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മലയാളത്തിൽ ചോദിച്ചതിനാൽ അവർക്ക് മനസ്സിലാവാത്തതിനാൽ മാഷ് തമിഴിൽ ചോദിക്കും. തൻ്റെ പേര് ലീല എന്നാണെന്നും വാരണാസിയിലേക്ക് ഒരു തീർത്ഥാടന സംഘത്തിൻ്റെ കൂടെ വന്നതാണെന്നും എന്നാൽ താൻ കൂട്ടം തെറ്റി പോയതാണെന്നും പറയുകയാണ്. ലീലയ്ക്കാണെങ്കിൽ വണ്ടി നമ്പറോ ഒന്നും തന്നെ അറിയില്ലെന്നും അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും ബാഗും ഒരു കള്ളൻ അടിച്ചു കൊണ്ടുപോയെന്നും പറയുകയാണ്. എന്നാൽ ലീലയ്ക്ക് തൻ്റെ തന്നെ നമ്പറോ സ്വന്തക്കാരൻ്റെ നമ്പറോ അറിയില്ലെന്ന് മാഷിനോട് പറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കെയർഫുൾ ആയിരിക്കണ്ടേ എന്ന് മാഷ് അവളോട് ചോദിക്കുന്നുണ്ട്. പോലീസിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലെന്നും ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കാറുള്ളതാണെന്നും മാഷ് ലീലയോട് പറയുന്നുണ്ട്. ഉടനെ മാഷ് ലീലയെ വിളിച്ചു കൊണ്ടുവന്ന് ആ ചായക്കടക്കാരിൽ നിന്നും അവൾക്കൊരു ചായ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, മാഷെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ടെന്നും അവിടെ തീർത്ഥാടകർ വന്നു പോവാറുള്ളതാണെന്നും അവിടെ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഒരു പക്ഷേ അറിയാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ തീർത്ഥാടന സംഘം എത്തിയിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു. ആ അമ്പലത്തിൽ ലീല പ്രാർത്ഥിക്കുന്നതും നോക്കി നിൽക്കുമ്പോൾ കുറച്ച് കുട്ടികൾ മാഷിൻ്റെ ചുറ്റിനും കൂടാൻ തുടങ്ങി. ഭക്ഷണം എന്തെങ്കിലും മേടിച്ച് നൽകാനായിട്ടായിരുന്നു അവർ മാഷിന് ചുറ്റും കൂടിയത്. ആദ്യം മാഷ് അവരെ ഓടിക്കാൻ നോക്കിയെങ്കിലും പിന്നീട് മാഷ് അവർക്ക് ചായ മേടിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ലീലയ്ക്ക് മാഷ് നല്ലൊരു മനസ്സിനുടമയാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ലീല എന്തെങ്കിലും കഴിച്ചോ എന്ന് മാഷ് ഓർക്കുന്നത്. ഉടനെ ലീലയ്ക്ക് മാഷ് അവിടെ നിന്നും ഭക്ഷണം മേടിച്ചു കൊടുത്തെങ്കിലും വൃത്തിഹീനമായിടത്തു നിന്നും കഴിക്കാൻ അവൾ വളരെ ബുദ്ധിമുട്ടുന്നതായി മാഷ് മനസ്സിലാക്കുന്നു. അങ്ങനെ മാഷ് ലീലയും കൂട്ടി നടക്കാൻ തുടങ്ങി. മാഷിനെ വിശ്വസിക്കാമോ എന്ന ചിന്ത ലീലയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ എന്ന് ലീല മാഷിനോട് ചോദിക്കുന്നു. ആ ചോദ്യം മാഷിന് ഇഷ്ടമാകാത്തതിനാലാകാം മാഷ് ഒന്നും മിണ്ടാതെ നടക്കാൻ തുടങ്ങി. നിവർത്തിയില്ലാതെ പുറകെ ലീലയും നടന്നു. കുറച്ചു കഴിഞ്ഞ് മാഷ് തിരിഞ്ഞു നോക്കി. ഹോ, അപ്പോൾ നിങ്ങൾ പോയില്ലേ എന്ന് മാഷ് ലീലയോട് ചോദിക്കുന്നു. ഇവിടെ അടുത്ത് കിഷൻഭായിയുടെ ഹോട്ടലുണ്ടെന്നും അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ലീലയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോകുന്ന വഴിയിൽ ലീലയോട് മാഷ് ചിലത് ചോദിച്ചു മനസ്സിലാക്കുന്നു. തഞ്ചാവൂരിലാണ് വീടെന്നും ഇന്ന് രാവിലെയാണ് താനും സംഘവും ഇവിടെ എത്തിയതെന്നും അമ്പലത്തിനടുത്തുള്ള ഹോട്ടലിലാണ് താമസിച്ചതെന്നും പറയുന്നു. പിന്നീട് അവർ ഹോട്ടലിലെത്തി. ഹോട്ടലുടമ മാഷിനെ കണ്ട് ഭാര്യയുമായിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നു. വൈഫല്ല എന്ന് മാഷ് ഹോട്ടലുടമയ്ക്ക് തിരുത്തി കൊടുക്കുന്നു. താൻ മോളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാകാം വൈഫാണോ എന്ന് അയാൾ ചോദിച്ചതെന്നും മാധവൻ മാഷ് ലീലയോട് പറയുന്നു. പിന്നീട് അവർ ദോശയും ചായയും കുടിക്കുന്നു. തനിക്ക് മലയാളം കുറച്ച് അറിയാമെന്നും ലീല മാഷിനോട് പറയുന്നു. തീർത്ഥാടക സംഘം അടുത്ത ലൊക്കേഷനിൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് വല്ല വിവരവുമുണ്ടോ എന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് ലീലയോട് മാഷ് പറയുന്നു. തിരിച്ച് എപ്പോഴാണ് ട്രെയിന് എന്നും ചോദിക്കുമ്പോൾ നാളെ രാവിലെയാണെന്ന് ലീല മറുപടി പറയുന്നു. എങ്കിൽ പേടിക്കാനൊന്നുമില്ലെന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ചോദിച്ച് കണ്ടുപിടിക്കാനാവുമെന്നും മാഷ് ലീലയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. താനൊരു ദിവസം 5 ചായയെങ്കിലും കുടിക്കുമെന്ന് മാഷ് പറയുമ്പോൾ താൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് ചായ മാഷിന് കൊടുക്കുന്നു. പിന്നീട് വീട്ടിൽ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് 1.5 വർഷമായി മരിച്ചുവെന്നും ഒരു മകനുണ്ടെന്നും പറയുന്നു. അപ്പോഴേക്കും അവർക്ക് ദോശ എത്തിയിരുന്നു. ഇവിടെ തമിഴ് അസോസിയേഷൻ ഓഫീസ് ഉണ്ടെന്നും നമുക്ക് അവിടെ ഇൻഫോം ചെയ്യാമെന്നും മാഷ് ലീലയോട് പറയുന്നു. ചിലപ്പോൾ അവരും അവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാഷ് ലീലയോട് പറയുന്നു. മാഷ് പിന്നീട് സംസാരിക്കുന്നുണ്ടെങ്കിലും താല്പര്യമില്ലാത്ത രീതിയിൽ ലീല ഇരിക്കുന്നത് കണ്ട് മാഷ് പിന്നീട് ഒന്നും സംസാരിക്കില്ല. ഭക്ഷണം കഴിഞ്ഞ് അവർ തമിഴ് അസോസിയേഷൻ ഓഫീസിലേക്ക് പോകുന്നു. ലീലയെ അവിടെ നിർത്തിയിട്ട് മാഷ് ഓഫീസിൽ ചെന്ന് സംസാരിച്ചിട്ട് ലീലയുടെ അടുത്തെത്തുന്നു. അവിടെ ആരും വന്നിട്ടില്ലെന്ന് പറയുന്നു. ലീലയ്ക്ക് ക്ഷീണമുണ്ടെന്ന് തോന്നിയ മാഷ് തമിഴ് അസോസിയേഷൻ ഓഫീസിൽ പോയി ഇരിക്കാമെന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലീലയെ അവിടെ ഇരുത്തിയിട്ട് മാഷ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഉടനെ തിരിച്ചു വന്ന മാഷ് ഇന്ന് വൈകുന്നേരം ഗംഗാരതി ഉണ്ടെന്നും അവിടെ ചിലപ്പോൾ അവർ പോകാതിരിക്കില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചിലപ്പോൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടെങ്കിലോ എന്ന് ലീലയോട് പറയുന്നു. പിന്നീട് വാരണാസിയുടെ കാഴ്ച കണ്ട് നടക്കവേ ലീല പറയും,
ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല ഇവിടം. ഇത് കേട്ട് മാഷ് പറയും, നിങ്ങൾ എങ്ങനെയാണോ വാരണാസിയെ കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ ഒന്ന് കണ്ടു നോക്ക്. ഒടുവിൽ ലീല താൻ ആഗ്രഹിച്ചതുപോലെ വാരണാസിയെ നോക്കിക്കാണാൻ തുടങ്ങി. അപ്പോഴാണ് ലീലയ്ക്ക് വാരണാസിയുടെ ഭംഗി കാണാൻ കഴിഞ്ഞത്. കുറേ ദൂരം അവർ വാരണാസി കാഴ്ചകൾ കണ്ടു നടന്നു. പിന്നീട് അവർ ഒരു ബെഞ്ചിലിരുന്നു. അപ്പോൾ പഞ്ഞിമിഠായിയും കൊണ്ട് ഒരു കുട്ടി അവരുടെ അടുത്തേക്ക് ചെന്ന് ഇത് മേടിക്കാമോ എന്ന് ചോദിക്കുന്നു. ലീല വേണ്ടാന്ന് പറഞ്ഞെങ്കിലും മാഷിന് ആ കുട്ടിയെ കണ്ടപ്പോൾ വിഷമം തോന്നി. ഒരു പാക്കറ്റ് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും മാഷ് മേടിക്കുന്നത് കണ്ടപ്പോൾ ലീലയ്ക്ക് മാഷിനോട് പിന്നെയും മതിപ്പ് തോന്നി. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് ലീല മാഷിനോട് ചോദിക്കുന്നു. മാഷ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ മാഷിനൊപ്പം നടക്കുമ്പോൾ ലീലയ്ക്ക് ഒരു സുരക്ഷിതത്വമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ലീല മാഷിനോട് ചോദിക്കുന്നു. നിങ്ങളൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് മാഷ് മറുപടി പറയുന്നുണ്ട്. പിന്നീട് മാഷ് അയാളെപ്പറ്റി പറയാൻ തുടങ്ങി. എൻ്റെ പേര് മാധവൻ മാസ്റ്റർ. ഞാനൊരു UP സ്കൂൾ ടീച്ചറാണ്. റിട്ടയർ ചെയ്തതാണ്. എനിക്കൊരു മകളുണ്ടെന്നും ജാനകി എന്നാണ് പേരെന്നും അവളിവിടെ ബനാറസി യൂണിവേഴ്സിറ്റിയിൽ കഥക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെന്നും പറയുകയാണ്. അവളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ടെന്ന് പറയുന്നു. ജാനകി ഡാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ലീലയുടെ മുഖത്ത് സന്തോഷം കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഭാര്യയെപ്പറ്റി ചോദിച്ചപ്പോൾ ജാനകിയെ പ്രസവിച്ച ഉടനെ ഭാര്യ മരിക്കുകയായിരുന്നു എന്നായിരുന്നു മാഷിന്റെ മറുപടി. പിന്നീട് ലീല അവളുടെ മകനെ പറ്റി മാഷിനോട് പറഞ്ഞു തുടങ്ങി. മണികണ്ഠൻ എന്നാണ് അവന്റെ പേര്. എൻ്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണെന്നും അവനിപ്പോൾ ഡൽഹിയിൽ കുടുംബത്തോടൊപ്പമാണെന്നും ലീല പറയുന്നു. ആദ്യ ഭാര്യ മരിച്ചിട്ട് എന്നെ കെട്ടിയതാണെന്നും എനിക്കൊരു കൊച്ചുമോനുണ്ടെന്നും അവനെ കണ്ടിട്ട് ഒരുപാട് നാളായെന്നും ലീല സങ്കടത്തോട് പറയുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ഇതാണ് സമാധാനം. പക്ഷേ സമാധാനം കൊണ്ട് മാത്രം ഒന്നുമാവില്ലല്ലോ എന്ന് ലീല പറയുമ്പോൾ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സും ആ പറച്ചിലിൽ ഒരു വേദനയുമുണ്ടെന്ന് മാഷിന് മനസ്സിലാവുന്നു. ഉടനെ വിഷയം മാറ്റാനായി മാഷ് ലീലയോട് പറയും, എന്തായാലും വാരണാസി കാണാൻ വന്നതല്ലേ, ഞാനിവിടെയെല്ലാം ചുറ്റിക്കാണിക്കാം, താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറയുകയാണ്. ലീലയ്ക്ക് മാഷിനൊപ്പം പോകാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർ ഓരോ സ്ഥലവും കാണാൻ തുടങ്ങി. ഇതിനിടയിൽ ലീലയുടെ സൗന്ദര്യം കുറച്ചു നേരം മാഷ് നോക്കി നിന്നു. ലീലയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഫോൺ എടുത്തു. പിന്നീട് അത് അയാൾ വേണ്ടെന്ന് വെച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ ഒരിടത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. മാഷിനോട് അടുപ്പം കൂടിക്കൂടി വരുന്നതായി ലീലയ്ക്ക് തോന്നി. ഇവിടെ നല്ല ലസ്സി കിട്ടുമല്ലേ, എനിക്കൊരെണ്ണം മേടിച്ചു തരുമോ എന്ന് ലീല മാഷിനോട് ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അബദ്ധമായോ എന്ന് ലീല മാഷിനോട് തിരക്കുന്നു. മാഷ് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നീട് മാഷ് ലീലയോട് ചോദിക്കും, ലീല ഇതുപോലെ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പോയിട്ടുണ്ടെന്നും അല്ലാതെ വേറൊരിടത്തും പോയിട്ടില്ല എന്ന് ലീല മറുപടി നൽകുന്നു. മാഷിനോടും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ലീല ചോദിക്കുന്നുണ്ട്. ഹിമാചലിൽ പോയിട്ടുള്ള കാര്യവും അവിടുത്തെ ലഘുയാത്ര വിവരണവുമൊക്കെ മാഷ് പറയുന്നു. കൂട്ടത്തിൽ മരുമകൻ വിദേശത്ത് നിന്നും വന്നിട്ട് അവിടെ പോകാൻ പ്ലാൻ ഉണ്ടെന്നും മാഷ് കൂട്ടിച്ചേർത്തു. പിന്നീട് അവരുടെ അടുത്ത് ഒരു കപ്പിൾസ് വന്നിട്ട് അവർ ചുംബിക്കാനൊക്കെ തുടങ്ങി. ഇത് കണ്ട് ലീല വല്ലാതായി. മാഷിനും വല്ലായ്മ തോന്നി. ഉടനെ നമുക്ക് ലസ്സി കഴിക്കാമെന്ന് പറഞ്ഞ് മാഷ് ലീലയെ വിളിച്ചു കൊണ്ടുപോകുന്നു. ലസ്സി കുടിക്കുന്ന സമയത്ത് ഇത് ശരീരത്തിന് വല്ലതും പറ്റുമോ എന്ന് ലീല ചോദിക്കുന്നുണ്ട്. അത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ നിങ്ങളെ ഉദ്ദേശിച്ചാണോ എന്ന് തമാശയായിട്ട് ചോദിക്കുമ്പോൾ ലീല ചിരിക്കുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാ എന്ന് മാഷ് പറയും. നിങ്ങളെ വിശ്വസിച്ച ഇത് ഞാൻ കുടിക്കുന്നതെന്ന് ലീല പറയുമ്പോൾ കഴിച്ചോ എന്ന് ആംഗ്യം കാണിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് മാഷ് ചോദിക്കുമ്പോൾ കൊള്ളാമെന്ന് ലീല മറുപടി പറയുന്നുണ്ട്. തഞ്ചാവൂരിലുള്ള ലസ്സി പ്രത്യേക ടേസ്റ്റാണെന്നുമൊക്കെ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് കോഴിക്കോടൻ ഹൽവ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ ഇല്ല എന്ന് പറയുമ്പോൾ കഴിച്ചു നോക്കണമെന്നും വായിൽ കപ്പലോടുമെന്നും മാഷ് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് മാഷ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ലീല ചിരിക്കാൻ തുടങ്ങി. കുറച്ചു മുമ്പ് താൻ ആരോഗ്യവാനാണെന്ന് പറഞ്ഞത്. പിന്നീട് കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ മാഷ് പട്ടം പറത്താൻ പോകും. അതിനിടയിൽ ലീലയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി അവളുടെ കൈവശമുള്ള പൂവെക്കുന്ന ചെറിയ പാത്രം മേടിക്കാൻ ലീലയോട് പറയുന്നു. 10 രൂപയേ ഉള്ളൂ എന്നും പറയുന്നു. വേണ്ട എന്ന് പറയുമ്പോൾ ആ കുട്ടി നിർബന്ധിക്കുന്നു. ഉടനെ മാഷിനെ ലീല വിളിച്ചിട്ട് ആ കുട്ടിയോട് മാഷിനെ ചൂണ്ടിക്കാട്ടുന്നു. ആ കുട്ടി മാഷിനോട് അത് മേടിക്കാൻ പറയുമ്പോൾ ആരതി കഴിഞ്ഞ് മേടിക്കാമെന്ന് പറയുന്നു. ഉടനെ ലീല 100 രൂപ തരുമോ എന്ന് മാധവൻ മാഷിനോട് ചോദിക്കുന്നു. അവൻ ഉടനെ പോക്കറ്റിൽ നിന്നും 100 രൂപ എടുത്തു കൊടുക്കുന്നു. ലീല അത് ആ കുട്ടിക്ക് നേരെ നീട്ടുന്നു. പക്ഷേ പൈസ വേണ്ട, സാധനം മേടിക്കാമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് പോകുന്നു. സ്മാർട്ട് കുട്ടി. അവൾക്കും പഠിക്കണമെന്ന ആശ ഉണ്ടാവില്ലേ എന്ന് മാഷിനോട് അവൾ ചോദിക്കുന്നു. ഇയാൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് മാഷ് തിരക്കുന്നുണ്ട്. 10 പാസ്സായി എന്ന് അവൾ മറുപടി പറയുന്നു. പിന്നീട് ആ 100 രൂപ തിരികെ ഏൽപ്പിച്ചിട്ട് എല്ലാ കണക്കും വെച്ചോ, ഞാൻ തിരികെ തരാമെന്ന് പറയുന്നു. അപ്പോഴാണ് മകൾ ജാനകിയെ വിളിച്ചില്ലല്ലോ എന്ന് മാഷ് ഓർക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഉടനെ അവളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് പോകുന്നു. അതേസമയം ലീലയെ തേടി തീർത്ഥാടന സംഘം തമിഴ് അസോസിയേഷനിൽ എത്തിയിരുന്നു. അപ്പോഴാണ് മാഷും ലീലയും ചെന്ന് അവളുടെ സ്ഥലവും പേരും നൽകുന്നത്. ഉടനെ അവിടെ അനൗൺസ് ചെയ്യുന്നു, ലീല എന്ന സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നു. ഒന്നും പേടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് മാഷ് ലീലയോട് പറയുന്നുണ്ട്. പക്ഷേ ലീലയ്ക്കിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പേടിയൊന്നും ഇല്ലായിരുന്നു. അവളിപ്പോൾ കൂളായിട്ടാണ് മാഷിനൊപ്പം പോകുന്നത്. അപ്പോൾ ലീല ചോദിക്കും, മാഷിന് ഇവിടെ വരുമ്പോൾ വല്ല പ്ലാനും ഉണ്ടായിരുന്നു? അപ്പോഴാണ് തൻ്റെ മകൾ ജാനകിയുടെ ബർത്ത്ഡേ നാളെയാണെന്ന് അയാൾ ഓർക്കുന്നത്. ജാനകിക്ക് ഒരു സാരി വാങ്ങാൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് അയാൾ ലീലയോട് തിരക്കുന്നുണ്ട്. പിറന്നാൾ നാളെയാണെന്നും എനിക്കാണെങ്കിൽ ഇങ്ങനെ നോക്കി വാങ്ങാനൊന്നും അറിയില്ലെന്നും അയാൾ അവളോട് പറയുന്നു. അവൾ അത് സമ്മതിക്കുന്നു. പക്ഷേ ഷോപ്പിലേക്ക് കുറച്ച് ദൂരമുണ്ടെന്ന് മാഷ് അറിയിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സൈക്കിൾ റിക്ഷയിൽ പോകാമെന്നും എനിക്കതിൽ കയറാൻ വലിയ ആഗ്രഹമാണെന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ സൈക്കിൾ റിക്ഷയിൽ കയറുന്നു. അവർ തമ്മിൽ ഒരുപാട് അടുക്കുകയായിരുന്നു. അയാളുടെ സാമീപ്യം അവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സാരി എടുത്താൽ ഒരെണ്ണം ഫ്രീ എന്ന് കാണുന്നത്. എന്നാൽ ഒരെണ്ണം ലീലയോട് എടുക്കാൻ അയാൾ പറയുന്നുണ്ട്. അവൾ അതെടുത്തു വന്നപ്പോൾ അയാൾ അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. ഉടനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. എന്നിട്ട് പൂ മേടിച്ചിട്ട് വന്നു. അവിടെ നിൽക്കുന്ന സ്ത്രീയോട് അവളുടെ തലയിൽ ഇത് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പൂ വെച്ചപ്പോൾ അവളുടെ മുഖം മാറുന്നത് അയാൾ മനസ്സിലാക്കുന്നു. താൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് അയാൾക്ക് തോന്നി. അവർ അവിടെ നിന്ന് സാരി മേടിച്ചിറങ്ങുന്നു. പിന്നീട് അവൾ കുറച്ച് അകലം പാലിച്ചാണ് അയാളുടെ കൂടെ നടന്നത്. ഇത്ര സ്പീഡിൽ പോയാൽ ചെരുപ്പ് പൊട്ടുമെന്നും ജാനകിക്ക് മേടിച്ച സാരി നല്ലതായിരുന്നുവെന്നും അയാൾ ലീലയോട് പറയുന്നുണ്ട്. അവൾ ഒരു മൈൻഡും ചെയ്യാതെ വന്നപ്പോൾ തമിഴ് അസോസിയേഷനിൽ നിന്നും കോൾ വന്നു എന്ന് പറയുന്നു. ഉടനെ ലീല നടത്തം നിർത്തി അയാളെ നോക്കുന്നു. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് അയാൾ പറഞ്ഞിട്ട്, മല്ലിപ്പൂവല്ലേ, റോസപ്പൂവൊന്നുമല്ലല്ലോ എന്ന് അവളോട് അയാൾ ചോദിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ലെന്നും എന്തോ പോലെ തോന്നുമെന്നും അവൾ മറുപടി പറയുന്നു. സാരിക്ക് മല്ലിപ്പൂവാണ് ചേരുന്നതെന്നും അതുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്നും മാഷ് പറയുന്നു. ഉടനെ ജാനകി വിളിക്കുന്നു, അച്ഛൻ എവിടെയാണ്? ഞാൻ ഡാൻസ് ഷൂട്ടിലായിരുന്നു, അതുകൊണ്ട് കോൾ വന്നത് കണ്ടില്ലെന്നും അവൾ പറയുന്നു. അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്നാൽ അച്ഛൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തുമെന്നും നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നും പറയുന്നു. പെട്ടെന്ന് അയാൾ വല്ലാതാവുന്നു. ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണെന്ന് പറയുന്നു. ഏത് ഫ്രണ്ടാണെന്ന് മകൾ ചോദിക്കുന്നു. അത് നാട്ടിലെ ഫ്രണ്ടാണെന്നും നിനക്കറിയില്ലെന്നും അയാൾ പറയുന്നു. അതേതാ എനിക്കറിയാൻ പാടില്ലാത്ത ഫ്രണ്ട് എന്ന് മകൾ ചോദിക്കുന്നുണ്ട്. നിനക്കറിയില്ല എന്ന് ഒരു വിധത്തിൽ അയാൾ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ശരി, ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ മറക്കരുതെന്ന് ജാനകി ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ കാര്യം ശരിയായോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹോ, ഞാനത് മറന്നു പോയടാ. ഫ്രണ്ടിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകാമെന്ന് അയാൾ പറയുന്നു. നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും മകൾ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ലീലയോട് മാഷ് പറയുന്നു. പക്ഷേ ലീലയുടെ പരിഭവം മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നോട് സോറി പറയണമെന്ന് ലീല അയാളോട് പറയുന്നുണ്ട്. ഉടനെ സോറി എന്ന് അയാൾ പറയും. എന്നാൽ പോകാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ താൻ വിഷമിച്ചു എന്ന് അവൾ പറയുകയാണ്. എന്നാൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ ഒരു തിണ്ണയിലിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ല് പിടിക്കുന്നത് കാണുന്നത്. അപ്പോൾ ലീല അയാളോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് തല്ല് പിടിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെന്ന് തന്നെ പറയാം എന്ന് അയാൾ പറയും. 1.5 വർഷമാണ് ഒരുമിച്ച് ജീവിച്ചത്. സത്യം പറഞ്ഞാൽ 7 മാസം. പിന്നെ ഗർഭമായി, പുലിച്ചോണ്ട് പോകലായി, പ്രസവമായി. ബാക്കി പൂർത്തീകരിക്കാതെ അയാൾ ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി. അതിൽ നിന്നും ഭാര്യ പോയതിൻ്റെ വിഷമം അയാൾക്കുണ്ടെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഞങ്ങൾ ചെറിയ ചെറിയ പ്രശ്നത്തിൽ പോലും തല്ലുപിടിക്കുമായിരുന്നുവെന്ന് ലീല പറയുന്നു. എങ്കിലും എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഹസ്ബൻഡിനെ, അവരുടെ മകനെ ഒരു ആയയായിരുന്നു വേണ്ടിയിരുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് പോലും അവരെ നോക്കലാണ് എൻ്റെ കടമയെന്ന് പറയുമായിരുന്നു എന്ന് ലീല വേദനയോട് പറയുന്നു. പിന്നീട് മാഷിന് പോവേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് 50 ബിരിയാണിയുടെ ഓർഡർ കൊടുത്തു. സമയം 1 മണിയായിരുന്നു. നമുക്കിവിടുന്ന് ബിരിയാണി കഴിച്ചാലോ എന്ന് മാഷ് ലീലയോട് ചോദിക്കുന്നു. അവരവിടെ ഇരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഓണറും മകളും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു. ഉടനെ മാഷ് ജാനകിയെ വിളിക്കുന്നു. നേരത്തെ ജാനകിയോട് നുണ പറയുകയായിരുന്നല്ലോ. ഇത്തവണ മാഷ് അവളോട് ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു. വഴിതെറ്റിപ്പോയ ഒരു സ്ത്രീയുടെ കൂടെയാണ് താനെന്ന കാര്യം. എൻ്റെ മാധവൻ മാഷെ, എന്നോട് എന്തിനാ ഈ എക്സ്പ്ലനേഷൻ? ഇനിയിപ്പോൾ പ്രേമമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ വന്ന് കണ്ടിട്ട് പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഞാൻ കൈപിടിപ്പിച്ച് തരാമെന്ന് ജാനകി മാഷിനോട് പറയുന്നു. ഇത് കേട്ട് മാഷ് വല്ലാതാകുന്നു. ഒന്ന് പോയേടി എന്ന് പറഞ്ഞ് മാഷ് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നും മാഷും ലീലയും പോയി. തുടർന്ന് അവർ ചെന്നത് പ്രായമേറിയവരും ഇവിടെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ച് വാരണാസിയിൽ എത്തിച്ചേർന്നവരുമായിരുന്നു അവിടം. അവിടേക്കായിരുന്നു അയാൾ ഭക്ഷണം ഓർഡർ ചെയ്തത്. ജാനകിയുടെ പിറന്നാളിന് അയാൾ ഭക്ഷണം കൊടുക്കുന്നതാണ്. ലീലയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ മാഷ് പറയും,
ഇവിടെ അഡ്മിഷൻ എടുത്ത് 15 ദിവസത്തിനുള്ളിൽ മരിക്കണം, ഇല്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വരും. ചിലരാകട്ടെ അവരുടെ സ്വത്ത് മുഴുവൻ ഇവിടെ ദാനം നൽകി മരിക്കുന്നതുവരെ ഇവിടെ തന്നെ കൂടും എന്ന് മാഷ് ലീലയോട് പറയുകയാണ്. ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവമല്ലേ എന്ന് ലീല ചോദിക്കുന്നുണ്ട്. അതിന് ഇയാൾക്ക് ദൈവത്തിനെ അറിയുമോ എന്ന് മാഷ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ദൈവത്തെ കാണുമെങ്കിൽ എനിക്ക് ചിലത് ചോദിക്കണം. എന്തിനാണ് എനിക്ക് ഈ വിധി തന്നതെന്ന്? നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല എന്ന് വേദനയോടെ ലീല പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ ജീവിതത്തിൽ വേദന മാത്രമേ ഇവൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് മാഷിന് മനസ്സിലാവുന്നു. ഗംഗാരതിക്ക് ഇനി കുറച്ചുകൂടി സമയമുള്ളതിനാൽ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മാഷിന് മകളുടെ ഡാൻസ് കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നു. താനും ഡാൻസ് കളിക്കുമായിരുന്നുവെന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നും പുള്ളിക്കാരനെ അത് ഇഷ്ടമില്ലായിരുന്നുവെന്നും പിന്നീട് കളിച്ചിട്ടില്ല എന്നും ലീല പറയുന്നു. പിന്നീട് അവരവിടെ നിന്നും കാഴ്ചകൾ കണ്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ പോകുമ്പോൾ ചിതാഭസ്മം കൊണ്ടുവന്ന ഒരു മനുഷ്യൻ ലീലയുമായി കൂട്ടിയിരിക്കുന്നു. കയ്യിൽ നിന്നും ചിതാഭസ്മം താഴെ വീണ് അത് പൊട്ടുന്നു. ഉടനെ അയാൾ അത് വാരിക്കൂട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. എന്നാൽ ലീലയ്ക്ക് അതോർത്തിട്ട് വല്ലാത്ത വിഷമം തോന്നി. അവർ കുറച്ചു ദൂരം നടന്നപ്പോൾ അയാളെ കണ്ടു. ലീല അയാളോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അയാൾ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കി. അയാളുടെ ഭാര്യ മരിച്ചതിൽ മനം നൊന്ത് അയാൾ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. അത്രമേൽ അയാൾ ഭാര്യയെ സ്നേഹിച്ചിരുന്നു. അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉടനെ മാഷിന് ഒരു കോൾ വന്നു. അത് ലീലയുടെ സംഘം ഗൗരിഘട്ടിൽ എത്തിയിട്ടുണ്ടെന്നായിരുന്നു. ലീലയെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് മാഷിന് വിഷമം തോന്നി. ഉടനെ ആ കാര്യം മാഷ് ലീലയോട് പറഞ്ഞു. ലീലയ്ക്കും മാഷിനെ പിരിയുന്നതിൽ വിഷമം തോന്നി. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മാഷ് പോകണ്ടേ എന്ന് തിരക്കുന്നു. ഈ വഴി കുറച്ച് നടന്നാൽ അവരുടെ അടുത്തെത്തുമെന്ന് പറയുന്നു. മാഷ് പൊക്കോളൂ, ഞാൻ പൊക്കോളാം എന്ന് ലീല പറയുന്നു. അത് വേണ്ട, ഞാൻ കൊണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന് മാഷ് ലീലയോട് പറയുന്നു. വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ അവർ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് മാഷിനോട് ലീല പറയുന്നു. എന്നിട്ട് മകൾക്ക് കൊടുക്കാനുള്ള സാരി അയാളുടെ കൈവശം കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ചിലവായ പൈസ ഞാൻ നാട്ടിൽ ചെന്നിട്ട് അഴിച്ചു തരാമെന്ന് പറയുന്നു. സാരി മേടിച്ചിട്ട് മാഷ് വിഷമത്തോടെ പോകുന്നു. മാഷ് പോകുന്നത് നോക്കി ലീല വേദനയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്തോ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു. ലീല സംഘത്തിന്റെ കൂടെ പോകാതെ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അവളുടെ കുട്ടിക്കാലത്ത് അച്ഛനുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നു. കാശിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ കാശിയിൽ വെച്ച് മോള് കൈവിട്ടു പോയാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു. ഞാനിപ്പോൾ വലുതായില്ലേ അച്ഛാ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് കാശിക്ക് പോകാമെന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെട്ടി എന്നു പേരുള്ള ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവളോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. ലീല ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഭാഷ അറിയാനിട്ടാണെന്ന് കരുതി അവൻ മലയാളവും തമിഴും തെലുങ്കുമൊക്കെ സംസാരിച്ചു നോക്കി. പക്ഷേ ലീലയ്ക്ക് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. അവന് ലീല വഴിതെറ്റി വന്നതാണെന്ന് മനസ്സിലായി. അവൻ പോകാതെ അവളുടെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കാൻ തുടങ്ങി. പിന്നീട് അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ കരയാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോൾ ഷെട്ടി പേടിച്ചുപോയി. കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ലീലയെ അവൻ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ മറുവശത്ത് മാഷ് ജാനകിയെ വിളിച്ചിട്ട് ലീല പോയ കാര്യങ്ങൾ പറഞ്ഞു. ചിലർ അങ്ങനെയാണച്ചാ, എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. എന്നാലും ആൻറ്റി എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അച്ഛന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ജാനകി മാഷിനോട് ചോദിക്കുന്നുണ്ട്. പോട്ടെ എന്നവൾ മാഷിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അവളുടെ കോൾ കട്ടായതും മാഷിന് വീണ്ടും കോൾ വന്നു. അത് തീർത്ഥാടന സംഘത്തിൻ്റെ കോളായിരുന്നു. നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണെന്ന് അങ്ങേ തലക്കിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലീല അവരുടെ അടുത്തേക്ക് പോയിട്ടില്ലെന്ന് മാഷ് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അവൾ അവരുടെ അടുത്തേക്ക് പോകാതിരുന്നതെന്ന് മാഷ് ആലോചിക്കുന്നു. ഉടനെ മാഷ് അവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ഇരുന്ന സ്ത്രീകൾ അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവളൊരു അപശകുനമാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മാഷ് കേൾക്കുന്നുണ്ട്. ഉടനെ അവരുടെ ടൂർ കോർഡിനേറ്റർ ലീലയുടെ ഫാമിലിയെ വിളിക്കാൻ തുടങ്ങി. അവരാകട്ടെ അവർ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോട്ടെ, പോലീസിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യരുത് എന്ന് പറയുന്നു. ഉടനെ അയാൾ മാഷിനോട് പറയുന്നു, എനിക്കിനി അവരുടെ ഉത്തരവാദിത്തം ഏൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. ഇതേ സമയം ഷെട്ടി ലീലയുമായി ഒരു ഷോപ്പിൽ പോയിരുന്നു. അവിടെ വെച്ച് ലീല ഷെട്ടിയോട് മനസ്സ് തുറന്നു. താൻ ഇന്ന് ഒറ്റപ്പെട്ടുപോയ കാര്യവും മാഷിനെ കണ്ടുമുട്ടിയതും മാഷുമായി വല്ലാതെ അടുത്തു പോയതുമൊക്കെ ഷെട്ടിയോട് പറയുന്നു. പക്ഷേ ആ മനുഷ്യനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ലീല ഷെട്ടിയോട് പറയുന്നുണ്ട്. ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പോലും തുറന്നു പറഞ്ഞത് മാഷ് കാരണമാണ്. ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. പിന്നീട് മാഷുമായിട്ട് പോയ സ്ഥലങ്ങളും സംസാരിച്ചതുമൊക്കെ ഷെട്ടിയോട് അവൾ പറയുന്നുണ്ട്. തൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ലീലയുണ്ടെന്നും അവൾ എപ്പോഴും കരയുന്നുണ്ടാകുമെന്നും. എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം അതിനുത്തരവും എനിക്കറിയാം. അവൾ അത് പറഞ്ഞാൽ ഞാൻ അവളോട് എന്ത് പറയും? അവൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന് പറയണോ? അതോ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയണോ?
എന്നെനിക്കറിയില്ല. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലീല കരയാൻ തുടങ്ങി. ഇന്ന് ഒരു ദിവസമെങ്കിലും അവൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇറങ്ങി നടന്നത്. പക്ഷേ എനിക്കെൻ്റെ ബാഗും ഫോണും നഷ്ടപ്പെട്ടു, എൻ്റെ കൂടെയുള്ളവരെയും. എന്നാൽ മാഷ്, എനിക്കെൻ്റെ കുട്ടി ലീലയ്ക്ക് വേണ്ടി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് മനസ്സിലാക്കാതെ മാഷ് എന്നെ വീണ്ടും സംഘത്തിലേക്ക് വിടാൻ നോക്കി എന്ന് ലീല സങ്കടത്തോട് പറയുന്നു. എന്താ, നിങ്ങൾക്ക് അവരോട് ലവ് ആണോ എന്ന് ഷെട്ടി ചോദിക്കുന്നുണ്ട്. ഷേ, അതൊന്നുമില്ല. വീണ്ടും ഷെട്ടിയും ലീലയും നടക്കാൻ തുടങ്ങി. ഞാൻ കണ്ടുപിടിച്ച് തരാം മാഷിനെ എന്ന് ഷെട്ടി പറയുന്നു. നമ്മൾ പോകുന്നിടത്ത് മാഷില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ലീല ഷെട്ടിയോട് ചോദിക്കും. നാളെ സ്റ്റേഷനിൽ വരുമായിരിക്കുമെന്ന് ഷെട്ടി പറയുന്നു. ഇല്ല, വരില്ല. താൻ പാതി വഴിക്ക് വിട്ടിട്ട് പോയ ആളല്ലേ, അതുകൊണ്ട് തന്നോട് ദേഷ്യമായിരിക്കുമെന്ന് ലീല പറയുന്നുണ്ട്. പേടിക്കേണ്ടെന്നേ, ഞാനില്ലേ എന്ന് ഷെട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ലീലയുടെ ബാഗ് മോഷ്ടിച്ചയാളെ ലീല കാണുന്നത്. ലീല അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. ഇത് കണ്ട് ഷെട്ടിയും അവരുടെ പിറകെ ഓടി. എന്നാൽ അവൻ ഓടി മറിഞ്ഞു. പക്ഷേ ലീല ഓടിയെത്തിയതാകട്ടെ തന്നെ അന്വേഷിച്ചു നടന്ന മാഷിനും സംഘത്തിനും മുന്നിലേക്കായിരുന്നു. അവരെ കണ്ടതും ഷെട്ടി ഓടി മറിഞ്ഞു. മാഷിനെ കണ്ടതും ലീലയ്ക്ക് സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ മാഷിനെ അല്ലാതെ ലീല ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ലീലയെ കണ്ടതും ടൂർ കോർഡിനേറ്റർ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ലീല അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ലീലയുടെ അടുത്തേക്ക് മാഷ് ചെന്നു. നാളെ രാവിലെയല്ലേ ട്രെയിൻ, ഇവൾ അവിടെ വന്നു കൊള്ളും എന്ന് പറഞ്ഞ് മാഷ് അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ മാഷ് അവളുടെ കൈവിട്ടു. താൻ അറിയാതെ കയ്യിൽ പിടിച്ചതാണെന്ന് മാഷ് പറയുന്നു. അറിയാമെന്ന് ലീല മറുപടിയും പറഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് മാഷ് ലീലയോട് ചോദിച്ചു. എന്നെ വിട്ടിട്ട് പോയതെന്തിനാ എന്ന് മാഷിനോട് ലീലയും ചോദിക്കുന്നുണ്ട്. മാഷ് ചിരിച്ചുകൊണ്ട് ലീലയെ നോക്കി തന്നെ ഇരുന്നു. അതിനിടയിലേക്ക് പെട്ടെന്ന് ഷെട്ടി കയറി വന്നു. താൻ ലീലയുടെ പുതിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മാഷിനെ പരിചയപ്പെടുത്തി. ഉടനെ ഷെട്ടിയെ തേടി ഒരു പെണ്ണ് വന്നു. അവർ തമ്മിൽ മാറി നിന്ന് വഴക്കു കൂടുന്നുണ്ടായിരുന്നു. ഉടനെ ഷെട്ടി ലീലയുടെ അടുത്തെത്തി. എന്നിട്ട് കള്ളന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ബാഗും ഫോണും അവളെ തിരികെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. കുറച്ചു കഴിഞ്ഞ് എനിക്കൊന്ന് ഫ്രഷ് ആകണമെന്ന് ലീല മാഷിനോട് പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു റൂം എടുക്കാമെന്ന് മാഷ് പറയുന്നു. ഉടനെ അവർ ഒരു റൂം എടുത്തു. ആദ്യം മാഷ് ഫ്രഷ് ആകാൻ പോയി. അപ്പോൾ മാഷിന്റെ ഫോൺ റിങ് ചെയ്തു. കോൾ വരുന്നു എന്ന് ലീല മാഷിനോട് പറഞ്ഞു. ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാമോ എന്ന് മാഷ് ബാത്റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ഉടനെ ലീല കോൾ എടുത്തു. ജാനകിയായിരുന്നു. മാഷ് കുളിക്കുകയാണെന്ന് ലീല പറഞ്ഞു. ലീലയുടെ സംസാരം കേട്ടപ്പോൾ ജാനകിക്ക് അതിശയം തോന്നി. കുറച്ചു മുമ്പ് അച്ഛനെ വിളിച്ചപ്പോൾ ലീല പോയെന്നും അതിൽ വിഷമിച്ചിരിക്കുകയുമായിരുന്നല്ലോ. ജാനകിയും ലീലയും സംസാരിച്ചു. എനിക്കൊന്ന് നേരിൽ കാണണമെന്ന് ജാനകി ലീലയോട് പറയുന്നു. ഉറപ്പായും കാണാമെന്ന് ലീല പറയും. എന്നാൽ ആരതിക്ക് കാണാമെന്ന് പറഞ്ഞ് ജാനകി കോൾ കട്ട് ചെയ്യുന്നു. മാഷ് കുളിച്ചു വന്നു. ജാനകി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലീല കുളിക്കാൻ പോയി. കയറുന്നതിന് മുമ്പ് മാഷ് വാങ്ങിക്കൊടുത്ത സാരി എടുത്തു. എനിക്ക് കുറച്ച് മല്ലിപ്പൂ വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ലീല കുളിക്കാൻ കയറി. മാഷിന് സന്തോഷമായി. ഉടനെ പൂവും വാങ്ങി അയാൾ വന്നു. അവർ ഒരുമിച്ച് ഗംഗാരതിക്ക് പോയി. അതിലൂടെ നടക്കുമ്പോൾ ലീലയ്ക്ക് മുമ്പെങ്ങും കിട്ടാത്ത സന്തോഷവും സംരക്ഷണവും തോന്നുന്നുണ്ടായിരുന്നു. അവർ പിന്നെയും സംസാരിച്ചുകൊണ്ട് നടന്നു. അന്ന് കണ്ട അതേ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. നിന്നെയാണ് ഞാൻ ഇവിടെ തിരഞ്ഞതെന്ന് ലീല പറയുന്നു. എന്നിട്ട് അവളോട് അത് മുഴുവനും മേടിച്ച് അവർ അതിൽ ദീപം കത്തിച്ച് ഗംഗയിൽ ഒഴുക്കാൻ തുടങ്ങി. എന്നിട്ട് മാഷിനോടും വരാൻ പറഞ്ഞ് രണ്ടുപേരും കൂടി അത് ഒഴുക്കി. ഇതേ സമയത്ത് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. വല്ലാത്തൊരു ഫീൽ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ദീപാവലിക്ക് ഇവിടമാകെ ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതിനെപ്പറ്റി മാഷ് വാതോരാതെ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞ് എന്നെ കൊതിപ്പിക്കലേ, കാണാൻ ആഗ്രഹിച്ചാൽ പിന്നെ കണ്ടില്ലെങ്കിൽ വിഷമമാവുമെന്ന് ലീല പറഞ്ഞു. അതിനെന്താ, വന്ന് കണ്ടാൽ പോരെ എന്ന് മാഷ് ചോദിക്കും. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ മാഷെ വരുന്നത് എന്ന് ലീല ചോദിച്ചു. അത് കേട്ട് മാഷ് പുഞ്ചിരിക്കും. ഇതേ സമയത്ത് ജാനകിയെ അവളുടെ ഭർത്താവ് വിളിക്കും. വിദേശത്ത് സെറ്റിൽഡ് ആകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മാഷിനെ വിളിച്ചിട്ട് മാഷ് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ വിവാഹം നടത്തിയാൽ പിന്നെ എനിക്ക് സമാധാനമായി അവിടെ സെറ്റിൽ ആകാമല്ലോ എന്ന് ജാനകി അയാളോട് പറയുന്നുണ്ട്. പിന്നീട് കുറച്ചു നേരം കൂടി മാഷും ലീലയും അവിടെ ഇരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, ഹോട്ടലിലേക്ക് പോകണ്ടേ, ഒരു റൂമും കൂടി ബുക്ക് ചെയ്യാം. അത് വേണ്ടെന്നും തനിക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിയണമെന്നാണ് തോന്നുന്നതെന്നും ലീല പറയുന്നു. മാഷ് അത് സമ്മതിച്ചു. വീണ്ടും അവർ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് പാട്ട് പാടുന്ന കുറച്ചു പേരെ അവർ കാണുന്നത്. ഉടനെ മാഷ് അയാളുടെ ചെവിയിൽ സ്വകാര്യമായി എന്തോ പറയും. ഉടനെ അനൗൺസ് വരും. ഇത് ലീല, തഞ്ചാവൂരിൽ നിന്നുമാണ്. ലീലയുടെ ഒരു ചെറിയ ഡാൻസ് ഉണ്ടെന്നും പറയുന്നു. ലീല വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മാഷ് നിർബന്ധിച്ച് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു. അത് ലീലയും മാഷും ആവോളം ആസ്വദിച്ചു. ഡാൻസ് കഴിഞ്ഞപ്പോൾ ആളുകളുടെ കയ്യടികൾ ഉയർന്നു. മാഷും ലീലയും പോകാൻ തുടങ്ങുമ്പോൾ അതിലെ പയ്യൻ വിളിച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ബോക്സ് തുറന്ന് കുറച്ച് പണം എടുത്ത്
ലീലയ്ക്ക് കൊടുക്കുന്നു. ലീലയ്ക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒന്ന് കിട്ടുന്നത്. അത് അവൾ മാഷിന് നേരെ നീട്ടും. മാഷ് അത് മേടിച്ചില്ല. പകരം എന്തെങ്കിലും മേടിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അവർ നടന്നു നീങ്ങും. അപ്പോഴാണ് രാവിലെ ചായ കൊടുത്ത ആൾ അവരെ കാണുന്നത്. അയാളെ കാണുമ്പോൾ ലീല പറയും, നിങ്ങളാണ് എന്നെ മാഷിന്റെ അടുത്ത് എത്തിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ അയാൾക്കൊന്നും ഇവൾ പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷേ അയാൾ അവരോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വാരണാസിയിൽ വന്നവർ അവരുടെ വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ് മാഷിനോട് നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവർ പിന്നെയും നടന്നു നീങ്ങുന്നു. അവർ അവിടെ കണ്ട വള്ളത്തിൽ കയറി കിടന്നു. അവിടെ കിടന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയതെന്ന് ലീല മാഷിനോട് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പെട്ടെന്ന് കരഞ്ഞില്ലേ? അന്നേരം ഓ പെട്ടു എന്ന് എനിക്ക് തോന്നിയെന്ന് പറയുന്നു. എന്നിട്ട് രണ്ടാളും ചിരിക്കുന്നു. എനിക്കെന്താ തോന്നിയതെന്ന് ചോദിക്ക് എന്ന് ലീല പറയും. മാഷ് മിണ്ടാതിരിക്കുമ്പോൾ ചോദിക്കുന്നേ എന്ന് ലീല പറയും. പറയേ, എന്താ തോന്നിയത്? മാഷ് ചോദിക്കും. ഒന്നും തോന്നിയില്ല എന്ന് ലീല മറുപടി പറഞ്ഞിട്ട് രണ്ടുപേരെ വീണ്ടും ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് പറയട്ടെ. അപ്പോൾ മാഷ് പറയെന്ന് പറയും. ഇതുപോലൊരു ഫീല് ഇതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ലീല മാഷിനോട് പറയുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വാരണാസിക്ക് ഇത്രയേറെ ഭംഗിയുണ്ടോ എന്ന് തോന്നിപ്പോകും. മാഷ് എങ്ങനെയാണ് ചെറുപ്പത്തിലിരുന്നതെന്ന് ലീല ചോദിക്കും. ഉടനെ മാഷ് പേഴ്സിൽ നിന്നും പഴയ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. നന്നായിട്ടുണ്ടെന്ന് ലീല മറുപടി പറയും. അത്രയ്ക്കൊന്നുമില്ലെന്ന് മാഷ് പറയും. ഇല്ല, നന്നായിട്ടുണ്ടെന്ന് ലീല വീണ്ടും പറയും. എന്നാൽ ഇതെന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ലീല അതെടുക്കും. അപ്പോഴാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അതിലെ പോകുന്നത്. അപ്പോൾ മാഷ് ലീലയോട് ചോദിക്കും, എന്താ ഇപ്പോൾ പ്രാർത്ഥിച്ചത്? അത് പറഞ്ഞാൽ ഫലമുണ്ടാവില്ല എന്ന് ലീല പറയുന്നു. ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് മാഷ് കഥ പറയാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴോ അവർ ഉറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ ലീല മാഷിന്റെ മുടിയിൽ തഴുകുന്നത് പോലെ തോന്നുന്നു. പെട്ടെന്ന് മാഷ് ഉണർന്നു നോക്കുമ്പോൾ ലീല ഉറങ്ങുകയാണ്. മാഷ് ലീലയെ വിളിക്കും. പക്ഷേ ലീല ഉണരുന്നുണ്ടായിരുന്നില്ല. ലീല ഇവിടം വിട്ടു പോയിരുന്നു. മാഷിന്റെ ഹൃദയം തകർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മാഷ് വള്ളത്തിൽ നിന്നും ഇറങ്ങും. ആരെയോ തിരയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ചായ കൊണ്ട് ഒരു പയ്യൻ വന്നു. ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ സമനില തെറ്റിയതുപോലെ 2 ചായ അയാളോട് മേടിക്കും. എന്നിട്ട് അതും കയ്യിൽ പിടിച്ച് ലീലയെ നോക്കി കുറച്ചു നേരം ഇരിക്കും. പിന്നീട് പോലീസുകാർ വന്ന് മൃതദേഹം വള്ളത്തിൽ നിന്നും മാറ്റുന്നു. പിന്നീട് ആളുകൾ കൂടി. മാഷ് അപ്പോഴും തകർന്നിരിക്കുകയാണ്. ഉടനെ ജാനകി അവിടെ എത്തുന്നു. മാഷ് തകർന്നിരിക്കുന്നത് കണ്ട് അവൾ വേഗം അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് ലീല മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവൾ കുറച്ചു നേരം അച്ഛനെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് മാഷിന്റെ കയ്യിലേക്ക് മാഷിന്റെ ചെറുപ്പകാല ഫോട്ടോയും കുറച്ച് രൂപയും വെച്ചു കൊടുക്കുന്നു. അയാൾ അതിലേക്ക് കുറച്ചു നേരം നോക്കിയിരിക്കും. അവർ രണ്ടുപേരും മൃതദേഹം ദഹിപ്പിക്കുന്നു. പിന്നീട് മാഷ് നദിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വള്ളത്തിൽ തൻ്റെ അടുത്തേക്ക് ലീല വരുന്നതാണ് അയാൾ കാണുന്നത്. അവളെ കണ്ടതും അയാൾക്ക് സന്തോഷമാകും. പക്ഷേ ദീർഘനേരം ആ സന്തോഷം ഉണ്ടാവില്ല. ഉടൻ തന്നെ വള്ളം അവളെയും കൊണ്ട് ദൂരേക്ക് പോയി മാഞ്ഞു പോകുന്നു. അതുകണ്ട് മാഷ് അവിടെ നിന്നും വിതുമ്പുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ മൂവി നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.